പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ചർച്ചയിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. രാം നാരായണന്റെ കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ രാം നാരായണന്റെ മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങി ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് രാംനാരായണന്റെ കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 25 ലക്ഷം കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അത് എത്ര ലക്ഷമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ സർക്കാർ നഷ്ടപരിഹാരം നൽകും എന്നറിയുന്നു. നമ്മുടെ നാട്ടിലേക്ക് തൊഴിൽ തേടി വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാളെയാണ് 2 കുട്ടികളുണ്ട്. 10 വയസ്സും 8 വയസ്സും പ്രായമുള്ള 2 ആൺകുട്ടികൾ ഈ രാംനാരായണനുണ്ട്. കുടുംബമുണ്ട്. അയാളെ തല്ലിക്കൊന്ന് നമ്മളിപ്പോൾ മൃതപ്രായനാക്കി. പിന്നീട് അയാൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ തിരിച്ച് അദ്ദേഹത്തിന്റെ മൃതശരീരമാണ് ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം നമ്മൾ തിരിച്ചയക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട് അയാൾക്ക് കോമ്പൻസേഷൻ കൊടുത്തേ മതിയാവത്തുള്ളൂ. അതിന് നിലവിൽ പ്രതികളാക്കപ്പെട്ടിരിക്കുന്ന സംഘപരിവാർ ബന്ധമുണ്ട് എന്ന് MP രാജേഷ് ആരോപിച്ചിരിക്കുന്ന പ്രതികളിൽ നിന്ന് തന്നെ അത് ഈടാക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ആ കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബം ഏറ്റുവാങ്ങും രാംനാരായണന്റെ മൃതദേഹം എന്നറിയുന്നു. ഇക്ബാൽ. അരുൺകുമാർ, തീർച്ചയായും ഇപ്പോൾ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ രാംനാരായണന്റെ കുടുംബവും തൃശ്ശൂർ കളക്ടറേറ്റിൽ വെച്ച് ചേർന്ന ചർച്ചയിലാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 10 ലക്ഷത്തിൽ കുറയാത്ത ധനസഹായം ഉടൻ തന്നെ സർക്കാർ ഈ രാംനാരായണന്റെ കുടുംബത്തിന് നൽകും. മന്ത്രിസഭ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക തീരുമാനം സ്വീകരിക്കും. ഏതായാലും ഉടൻ തന്നെ ഈ കുടുംബം രാംനാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി മറ്റു സമരങ്ങളിലേക്ക് കടക്കാതെ തന്നെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രാംനാരായണന്റെ മൃതദേഹം ഈ ബന്ധുക്കൾ ഏറ്റെടുക്കും. രാംനാരായണന് കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഏതായാലും അവരുടെ എല്ലാം ഒരു പ്രതീക്ഷ കാക്കാൻ വേണ്ടിയാണ് രാംനാരായണൻ ഒരു ജോലി തേടി കേരളത്തിലേക്ക് വരുന്നത്, കഞ്ചിക്കോട് ഭാഗത്തേക്ക് വരുന്നത്. പക്ഷേ ജോലി തേടി എത്തിയ രാംനാരായണനോട് ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു പ്രവൃത്തിയാണ്. ജോലി തേടി വന്നിട്ടുള്ള 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെയാണ് ഇത്തരത്തിൽ വടികൊണ്ടും കൈകൊണ്ടും എല്ലാം തല്ലി ചതിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി ആ കുടുംബത്തിന് അത്തരത്തിലൊരു ഗതികേടി വന്നിട്ടുള്ളത്. ഏതായാലും അതിന് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി തന്നെ വേണമെന്നുള്ളതായിരുന്നു ആ കുടുംബത്തിനെയും അതുപോലെ തന്നെ വിവിധ കമ്മിറ്റികളുടെ എല്ലാം ആവശ്യം. ഏതായാലും സർക്കാർ നടത്തിയിട്ടുള്ള ചർച്ചയിൽ ഇപ്പോൾ ഒരു അനുകൂല തീരുമാനം വന്നിരിക്കുന്നു. 10 ലക്ഷത്തിൽ കുറയാത്തൊരു ധനസഹായം ഉടൻ തന്നെ രാംനാരായണന്റെ കുടുംബത്തിന് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി വന്നിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. സഹായധനത്തിൽ മന്ത്രിസഭാ യോഗം ആണ് ഇനി ഏതായാലും ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ് തൃശ്ശൂർ കളക്ടറേറ്റിൽ വെച്ച് യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് അല്ലെങ്കിൽ ആ ചർച്ചയിലാണ് ഇപ്പോൾ ഏതായാലും രാംനാരായണന്റെ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള ആ കുടുംബം ആവശ്യപ്പെട്ടതുപോലത്തുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാംനാരായണന്റെ കുടുംബം ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മറ്റു നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് രാംനാരായണന്റെ മൃതദേഹം കൈമാറും. അതിനുശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ചെലവുകളും സർക്കാർ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട രാംനാരായൺ ബക്കേലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കും. പ്രതികൾക്കെതിരെ കർശന നടപടി എടുക്കും എന്നുള്ളതാണ്. പാലക്കാട് SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ പരിശോധിച്ച് ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കും. 10 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം നൽകും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. കേരളം പോലുള്ള പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത കാണിക്കണം എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അപ്പോൾ അതിലെ തർക്കം അവസാനിച്ചിരിക്കുന്നു. ഈ രാംനാരായണന്റെ മൃതദേഹം ഛത്തീസ്ഗഡിൽ എത്തിക്കാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കും. 10 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകും. അത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്ന് കുടുംബത്തിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ രാംനാരായണന്റെ കുടുംബം പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്, മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്.